നമ്മുടെ തൊട്ടു മുമ്പിൽ ഇടതുവശത്തൂടെ പോകുന്ന ആ റൂട്ടാണ് സ്വാഗതമാടെന്ന് മമ്മാലിപ്പടി വരെ പോകുന്ന NH66 റൂട്ട്. ഇതിൻ്റെ വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് രണ്ടത്താണി ഭാഗത്ത് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരുമ്പോൾ രണ്ടത്താണി എത്തുന്നതിൻ്റെ മുമ്പ് ചെനക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു ഓവർ പാസ് കാണാം. ഈ ഒരു ഓവർ പാസിൻ്റെ കോൺക്രീറ്റ് വർക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ വരാനുണ്ട്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ഒരുപാട് മണ്ണുകൾ എടുക്കാനുണ്ട്. നമ്മൾ പുത്തനത്താണിൻ്റെ അപ്ഡേറ്റ് പറയുന്ന സമയത്ത് ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് മണ്ണുകളൊക്കെ എടുത്ത് ഗ്രൗണ്ട് ലെവലിൽ സ്ട്രൈറ്റ് ആക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ താൽക്കാലികമായിട്ടുള്ളൊരു ഓവർ പാസ് കാണാം. ഈ ഒരു ഓവർ പാസിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ യു ടേൺ എടുക്കുന്നത്. തൊട്ടു മുമ്പ് കണ്ട ഓവർ പാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഓവർ പാസ് ഇവിടുന്ന് നീക്കം ചെയ്യുന്നതാണ്. അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും NH66 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെനക്കൽ മുതൽ രണ്ടത്താണിയൊക്കെ കഴിഞ്ഞ് പൂവഞ്ചിന ഭാഗം വരെയുള്ള NH66 ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഈ ചാനൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രചോദനം ആകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാം മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇനി നമ്മൾ എത്താൻ പോകുന്നത് രണ്ടത്താണി ഭാഗത്തേക്കാണ്. ഈ രണ്ടത്താണി ഭാഗം കുറച്ച് താഴ്ന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തിയാണ് ഈ ഒരു ഭാഗത്തുകൂടെ NH66 പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആദ്യം ഉണ്ടായിരുന്ന റോഡിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് ഇപ്പോഴത്തെ NH66 പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അതായത് രണ്ടത്താണി അങ്ങാടി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്കൊരു അണ്ടർപാസ് വരുന്നത്. ഈ റൂട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ റൂട്ടിൽ ഒരുപാട് ഓവർ പാസുകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്കൊരു അണ്ടർപാസ് കാണാൻ പറ്റുന്നത്. ഈ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടത്താണി ടൗണിലേക്ക് പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് NH66 വർക്ക് കുറച്ച് മുമ്പ് വരെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. രണ്ടത്താണി ടൗണിലുള്ളവർക്ക് ഈ റോഡിൻ്റെ ഇരുവശത്തേക്ക് മുറിച്ച് കടക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് അണ്ടർപാസ് വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ച് സമരസമിതി സമരത്തിലായിരുന്നു. പിന്നീട് കോടതി ഇടപെട്ട് വീണ്ടും ഇപ്പോൾ ഇവിടെ NH66 വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തത് മുതൽ വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ വർക്കൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള ഏകദേശം ഒരുവിധം വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട്. NH66 വേണ്ടി സ്ഥലമെടുക്കുന്ന സമയത്ത് ഈ രണ്ടത്താണിയിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട്. പക്ഷിസ്നേഹികളായ എല്ലാവരെയും വളരെ സങ്കടത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു അത്. ഈ സംഭവം ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ രണ്ടത്താണിയിൽ നിന്നും പുത്തനത്താണി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഗ്രൗണ്ട് ലെവലിൽ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും NH66 ഡിവൈഡർ വെച്ച് പോകാനും വരാനുള്ള രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിലൂടെ പുത്തനത്താണി ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലൂടെയല്ല, ഈ ഒരു NH66 ഭാഗത്തു കൂടെയാണ് ഈ ഒരു ചെറിയ ഭാഗത്ത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ NH66 ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ആ ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലൂടെ തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെയാണ് NH66 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് നമുക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും റോഡിൽ നിന്നും മണ്ണെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. NH66 രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ റോഡിൽ നിന്നും മണ്ണെടുക്കുന്ന വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുമ്പിൽ ഒരു ഓവർ പാസ് കാണാം. ഈ ഓവർ പാസ് വരുന്നത് പൂവഞ്ചിന ഭാഗത്താണ്. ഈ ഓവർ പാസിൻ്റെ അടുത്ത് കുറച്ചുകൂടെ മണ്ണെടുക്കേണ്ട വർക്ക് പെൻഡിങ്ങിലുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പെൻഡിങ്ങിലുള്ളത്. നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് NH66 ബന്ധപ്പെട്ടിട്ടുള്ള KNR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഏരിയയാണ്.